ലിയോ 14 മാർപ്പാപ്പ പുറപ്പെടുവിച്ച മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കി കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ പഠന സെമിനാർ സംഘടിപ്പിച്ചു. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പാരിഷ് ഹാളിലാണ് പരിപാടി നടന്നത്. കോഴിക്കോട് രൂപത മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സെമിനാറിന്റെ ഉദ്ഘാടനവും 5-ാം അധ്യായത്തിന്റെ ക്ലാസും നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയുടെയും സാങ്കേതികവിദ്യയുടെയും ഈ പുതിയ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അളക്കാനാവാത്ത മഹത്വവും അന്തസ്സും കാത്തുസൂക്ഷിക്കപ്പെടണം. സാങ്കേതിക മുന്നേറ്റങ്ങളെ ഭയത്തോടെയല്ല, മറിച്ച് വിവേകത്തോടെ നന്മയ്ക്കായി ഉപയോഗിക്കണം എന്ന് അദ്ദേഹം സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. മലാപ്പറമ്പ് അപ്പസ്തോലിക് കാർമൽ പ്രൊവിൻഷ്യൽ ഹൗസിലെ അംഗങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ റവറൻ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര സ്വാഗതം ആശംസിച്ചു. തുടർന്ന് നടന്ന പ്രമേയ അവതരണ സെഷനിൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ ചാക്രിക ലേഖനത്തിലെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. 1891 ലിയോ 13 പാപ്പ പുറപ്പെടുവിച്ച റെയരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ 135-ാം വാർഷിക വേളയിലാണ് 5 അധ്യായങ്ങളിലായി 245 ഖണ്ഡികകളുള്ള മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് പുറത്തിറക്കിയിരിക്കുന്നത്. ടെക്നോക്രാറ്റിക് പാരഡൈം, ട്രാൻസ് ഹ്യൂമാനിസം, പോസ്റ്റ് ഹ്യൂമാനിസം, AI യുദ്ധമുറകൾ തുടങ്ങിയ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്ന ഈ രേഖ നല്ല മനസ്സുള്ള എല്ലാ മനുഷ്യർക്കുമായി സമർപ്പിച്ചിരിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൂടാതെ സത്യം അന്വേഷിക്കാനും സ്നേഹിക്കാനും ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയാനും പുതിയ തലമുറയെ പ്രാപ്തരാക്കുന്ന ഇടങ്ങളാവണം വിദ്യാലയങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയാവതരണത്തിന് ശേഷം പങ്കെടുത്തവർക്ക് സംശയങ്ങൾ ഉന്നയിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമുള്ള ചർച്ചാ സെഷൻ ക്രമീകരിച്ചിരുന്നു. മിസ്റ്റർ TF ജോയ് ഈ ചർച്ചാ സെഷന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുകയും പരിപാടിയുടെ മാസ്റ്റർ ഓഫ് സെറമണി ആയിരിക്കുകയും ചെയ്തു. സിസ്റ്റർ റോസ്ലിൻ FDM ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. സെമിനാറിൽ നിരവധി വൈദികരും സന്യാസിനികളും വിശ്വാസികളും പങ്കെടുത്തു.